ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുജസ് ഡെയിലി ഡാസിൽ. സോ ഇന്നൊരു തിരുവോണം ഡേ ആണ്. സോ ഇന്ന് ഞാൻ വിചിത്രമായ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ സ്റ്റുഡിയോ പേജിൽ നിന്ന് ഞാൻ തന്നെ ഓണത്തിന് ഇറക്കുമതി ചെയ്തൊരു സാധനമാണ്, ഒരു നൈറ്റിയാണ്. ഇതുപോലത്തെ നൈറ്റീസ് വേണമെങ്കിൽ പറയുക. സോ ഇതെൻ്റെ തിരുവോണം ഹോം ഡ്രസ്സാണ്. സോ ഈ ഡ്രസ്സിൽ ഞാൻ വേറൊരു സാധനമാണ് ഓർഡർ ചെയ്യുന്നത്. ഭയങ്കര കോമഡിയാണ്. എല്ലാവരും ഇന്നേ ദിവസം വീണ്ടും സദ്യ കഴിക്കാൻ നോക്കുമ്പോൾ എനിക്ക് എന്തോ സദ്യ കഴിക്കാൻ തോന്നിയില്ല. പോരാത്തതിന് എൻ്റെ ഈ കാലുണ്ടല്ലോ, ഈ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ ചെറിയൊരു പിടുത്തം. പലർക്കും ഈ ഒരു ക്ലൈമറ്റിൽ ഉണ്ടെന്ന് പറയുന്നു, ചിലവർക്ക് പനിയാണെന്ന് പറയുന്നു. ഇന്നലെ വരെ എനിക്ക് പനിയില്ലായിരുന്നു. സോ ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കാണിക്കാം. എൻ്റെ കഴുത്തിലൊക്കെ ഞാൻ കുറച്ച് ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ കുളിക്കുന്നതിന് മുമ്പ്. അതാണ് കാണുന്നത് അവിടെ ഇവിടെയൊക്കെ. ഓക്കെ, ആക്ച്വലി ഞാൻ വെയിറ്റ് ചെയ്ത ആളുടെ വന്ന റൂട്ട് താഴെ നിന്നാണ്. ഞാൻ മണ്ടയ്ക്ക് മേളോട് നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കോമഡി മനസ്സിലാവും ആ വരുന്ന രീതി. ആക്ച്വലി ഞാൻ രാഹുൽ സെബാസ്റ്റിനെ നോക്കി നിൽക്കുകയാണ്. ആളെനിക്കൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്, നിങ്ങൾ കണ്ടോ? $323 അല്ലേ? ഇതൊന്ന് പിടിക്കും. അങ്ങനെ രാഹുൽ സെബാസ്റ്റ്യൻ തന്നിട്ട് പോയി. പുള്ളിക്ക് ഞാൻ 5ൽ 5 ഇട്ടിട്ടുണ്ട്. നൃത്തം ചവിട്ടി നിൽക്കുന്ന ഞാൻ ഇതിനു മുമ്പ് ഞാൻ ബ്ലോഗ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു പിക്ചറിൽ ഫ്രെയിമിൽ 2 എണ്ണത്തിൽ ഇനി നോക്കിക്കോ, നമ്മുടെ സാധനം നമുക്ക് കിട്ടി. അതേ നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. KFCയുടെ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. KFCയുടെ എന്താ ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പാർലറിൽ പോയി ഒന്ന് പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടി. ആ സമയം അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ കാലിങ്ങനെ ഒരു പിടുത്തം പോലെ, മുട്ടിൻ്റെ താഴെ വലത്തെ കാല്. അപ്പോൾ പനി വന്നാൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നു. പക്ഷെ എനിക്ക് പനി വന്നിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് തിരുവോണ ദിവസം ചെറിയൊരു ബോഡി ടെമ്പറേച്ചറിൽ വലിയതായിട്ടല്ല, ചെറുതായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. സോ ഇന്നിനി ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇന്ന് എല്ലാവരും തിരുവോണത്തിൻ്റെ വൈബിലായിരിക്കും. അത്യാവശ്യം എനിക്ക് മാനേജ് ചെയ്യാൻ കുഴപ്പമില്ല. സോ ചിലപ്പം ഇനി അതും ഈ പനി വരാൻ വേണ്ടിയാണോ ഈ സാധനം വരുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഡാൻസിങ്ങിൻ്റെ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഈ മുട്ടിൻ്റെ താഴെ പെയിൻ വെച്ചിരിക്കാൻ പറ്റില്ല. 2-3 ദിവസം ഞാൻ കുറേ കോട്ടക്കലിലെ തൈലങ്ങളുണ്ടല്ലോ, അത് ഞാൻ അപ്ലൈ ചെയ്തു മാറി. പക്ഷെ എന്നിട്ടും എനിക്ക് വിട്ട് വരുന്നു. ഇന്നലെ ഓണം ആഘോഷിക്കാൻ പോയപ്പോഴും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയം പോയപ്പോൾ ഇല്ലായിരുന്നു, വൈകിട്ട് വരുമ്പോൾ എനിക്കുണ്ട്. സോ ഇന്ന് എനിക്കൊരു മൂഡില്ല. ഇന്നലെ എനിക്ക് പോയപ്പോൾ മതി. അതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഞാൻ ആ സദ്യ അത്ര എൻജോയ് ചെയ്യാത്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ KFCയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് ഉച്ചയ്ക്ക് അടിക്കാം. ഒരു വെറൈറ്റി ആവട്ടെ ഇത്തവണത്തെ തിരുവോണം 2026 ചിക്കൻ വല തിരുവോണം. സോ വരും, ഞാൻ കാണിച്ചു തരാം എന്താ ഞാൻ ഓർഡർ ചെയ്തത്. സോ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇതാണ്. ചിക്കൻ ക്രിസ്പർ പോപ്കോൺ മീലാണ്. സ്വിഗ്ഗിയിലാണ് വന്നത്, നിങ്ങൾ കണ്ടല്ലോ ഇതിന് മുന്നേ. 323 ആണ് ഇതിനവർ ചാർജ് ചെയ്യുന്നത്. എന്താ സംഭവം നോക്കാം. ഞാൻ KFCയിൽ കഴിച്ചിട്ട് ഇത് പേപ്പർ താഴെ ഇടാൻ കാരണം ഇല്ലെങ്കിൽ ഇതിൽ എണ്ണ വരും. ഈ സംഭവത്തിലെ വച്ചിരിക്കുന്ന സർഫസിൽ ഇതിൽ ഓൾറെഡി എണ്ണ പിടിച്ചു. ഞാൻ നേരത്തെ വെച്ചിരുന്നൊരു സാധനം, ഒരു ഡോക്യുമെൻ്റ് എന്തോ. സോ അതുകൊണ്ട് ഇങ്ങനെ വെച്ചത്, പണി കിട്ടിയതുകൊണ്ട്. സോ ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാം. KFC ഞാൻ കഴിച്ചിട്ട് കുറേ ദിവസം. ഇപ്പോൾ തന്നെ എനിക്ക് സദ്യ തിന്നാൻ, ഇന്നലത്തെ സദ്യ തിന്നതോടുകൂടി എനിക്ക് മണി ഐഡിയ സദ്യ തിന്നാനുള്ള ആ ഒരു ആക്രാന്തം, എനിക്ക് തിക്കും തിരക്കൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ ബ്ലോഗ്സ് കാണുമ്പോൾ നിങ്ങൾക്കതറിയാം. സോ ഞാൻ ടീ നല്ല ഹോട്ടാണ് കേട്ടോ, നല്ല ഹോട്ട് സാധനമാണ്. ടിഷ്യൂ വെച്ചിട്ടുണ്ട്, അകത്ത് ടിഷ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹോട്ടാണ്, നോക്കിയോ. KFCയുടെ ഒരു പ്രോഡക്റ്റ്. അടുത്ത ബർഗറാണെന്ന് തോന്നുന്നു. 1 മിനിറ്റ്. ഇതെങ്ങനെ നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. ഇതെൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഫേവററ്റ് പ്ലേറ്റാണ് കേട്ടോ. ടിഷ്യൂ ഇവിടെ ഇരിക്കട്ടെ. സോ ഇത് വെച്ചിട്ട് ഇന്ന് ഞാനൊരു അറകുറ രീതിയിലാണ് എൻ്റെ വ്ളോഗ് എടുക്കുന്നത്, ഒഴുങ്ങാതെയും. അങ്ങനെ നാച്ചുറലി ഞാൻ ഇച്ചിരി ലുക്കാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. സോ ഇനി ഒഴുകത്തിൻ്റെ ആവശ്യമില്ല, വീട്ടിൽ നിൽക്കുന്നതാണ്. സോ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചുമ്മാ ഞാൻ ചെയ്തിട്ട് വിചാരിച്ചാൽ മതി. ഒരു തിരുവോണം ഡേയുടെ. ഓക്കെ, ഒരു ഫോട്ടോ എടുക്കട്ടെ, ഇതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി KFCയുടെ പോപ്കോൺ പോലൊരു സംഭവമുണ്ട് കുറേ, പിന്നെ ഒരു ബർഗറും പിന്നെ മയോണീസും ഉണ്ട്. ഞാനത് ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല സ്പൈസിയാണ്, എരിയുണ്ട്. പെരുപരി പോലെ നമ്മൾ അൽഫാം കഴിയില്ലേ, ഡിപ്പ് എടുക്കട്ടെ മയോണീസ് വന്നിട്ട്. ഇപ്പം ചെറുതായിട്ട് എനിക്കൊരു ബോഡി ടെമ്പറേച്ചർ പോലെ ഫീൽ ആവുന്നുണ്ട്. ഞാനൊരു പാരസെറ്റമോൾ ടാബ് എടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഡിപ്പിൽ മുക്കി കഴിക്കാം. ഇതേ സാധനം നല്ല രസമുണ്ട്, പക്ഷെ ചൂടുണ്ട് കേട്ടോ. ഞാൻ അടുത്തുള്ള KFCയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്.
എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഓണൊക്കെ ഞാൻ സദ്യ തന്നെ കഴിച്ചത്. ആദ്യമായിട്ടാണ് രണ്ടാമത്തെ തിരുവോണത്തിന് ഞാൻ ഈ നോൺ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, എനിക്ക് പേഴ്സണലി അറിയുന്ന പല ആൾക്കാരും 3 ദിവസവും 3-ാം ഓണം വരെ സദ്യ ഒന്നും തട്ടുന്നൊന്നുമില്ല. ചിലർ വീട്ടിൽ സദ്യ വെക്കാത്തവരുമുണ്ട്. പിന്നെ ഒരു വീട്ടിൽ സദ്യ വെക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരു കൂട്ടുകുടുംബമാണെങ്കിൽ എല്ലാവർക്കും യോജിച്ച് ചെയ്യാം. ഒറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ വീട്ടിൽ സദ്യ വെക്കാതെ വെളിയിൽ പോയി സദ്യ കഴിക്കുന്നവർ നമുക്ക് ഇന്നത്തെ കാലത്ത് കുറ്റം പറയാൻ പറ്റില്ല. ഇന്നത്തെ ജനസംഖ്യ, അതായത് വീട്ടിനകത്തുള്ള പോപ്പുലേഷൻ കുറയുമ്പോൾ വയ്ക്കാനും ഭയങ്കര ലബോറിയസ് ആയിരിക്കും. അപ്പോൾ കാശുണ്ടെങ്കിൽ നമുക്ക് പോയി കഴിക്കാം എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ 365 ദിവസം കൂടെ സദ്യ കിട്ടുന്ന കടകളുണ്ട്. നല്ല തിരക്കാണ്. ഈ ഓണത്തിന് നല്ല തിരക്കാണ്, അല്ലാത്തപ്പോഴും തിരക്കാണ്. നമുക്ക് ട്രിവാൻഡ്രത്ത് അറിയാനുണ്ട് സ്ഥലങ്ങളുണ്ട്, അവിടെ പോയാലും കിട്ടും. സോ ഇന്ന് തന്നെ തിന്നോന്ന് നിർബന്ധമില്ല. എനിവേസ്, ഇനി ഞാൻ ബർഗറിലേക്ക് കിടക്കാം. മറ്റത് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചു. ബർഗർ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. കെച്ചപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. സോ കെച്ചപ്പ് ഞാനിതിൽ തന്നെ ഒഴിച്ചു. ഡിപ്പ് ചെയ്ത് തിന്നാണ്. എത്ര ഫാൻസി പ്ലേറ്റുകൾ വന്നാലും നമ്മൾ കുഞ്ഞിലെ തൊട്ട് തിന്ന പ്ലേറ്റിനോട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. വീഡിയോയിൽ കാണിക്കാൻ അത് കൊള്ളാമെങ്കിലും ഒരു നൊസ്റ്റാൾജിയ ചെയ്തത്. സോസ് മുക്കി കഴിയും. ഇറ്റ്സ് തിങ്ക് ഓഫ് ലിക്കിങ് ഗുഡ് എന്നല്ലേ പറഞ്ഞാൽ ലിക്കയാണ്. കൊള്ളാം, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് സംഭവം. വായി കൊള്ളുന്നില്ല, പക്ഷെ വയറ് നിറയും. അതിനകത്ത് ചിക്കൻ്റെ പീസ് ഞാൻ കിടക്കരുത്. ഗുഡ്. സോ ഈ തിരുവോണം സിമ്പിളായി വീട്ടിലിരുന്ന് തന്നെ ഞാൻ ആഘോഷിച്ചു. ബർഗർ തിരുവോണം. പക്ഷെ ഓണത്തിൻ്റെ ഔട്ടിങ് ഇപ്പം ചെറിയ കാലിൻ്റെ ഒരു പെയിനും കൂടെ ഞാൻ പറഞ്ഞല്ലോ, അത് വരും കേട്ടോ. ഉമ്മിടെ പോയ ഔട്ടിങ് അല്ലാതെ വേറെ ഔട്ടിങ്ങളുടെ വീഡിയോസ് വരും. തൽക്കാലം ഇന്ന് ഞാൻ പുറത്തു പോകാം അറിയിക്കുക. ചിക്കൻ്റെ സംഭവത്തുണ്ട് ബർഗർ ബണ്ണിനകത്ത്. ഒന്നാമത്തെ കാര്യം, ഈ കനാക്കുന്നൊക്കെ ഭയങ്കര ഇടിയായിരിക്കും. ട്രിവാൻഡ്രത്തുള്ളവർക്കറിയാം ഈ സമയം ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വണ്ടികൾ പാർക്ക് ചെയ്യാം. കാറ് പാർക്ക് ചെയ്യാനാണെങ്കിൽ ഷോക്കാണ് അവസ്ഥ. എവിടെയെങ്കിലുമൊക്കെ ഇത്തിട്ട് നമ്മൾ നടക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ നടരാജ വണ്ടി എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആകെ തുടക്കുന്ന എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തപ്പോൾ ഞാൻ കാണിച്ചല്ലോ, കാർ കെയർ ക്ലിനിക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ തകരാറിലാകുമ്പോൾ നമുക്ക് ക്യാബ് കിട്ടാത്ത സ്ഥലങ്ങളിൽ നടന്നാലേ അങ്ങനെയുള്ള രീതിയിൽ ഞാൻ നടക്കാറുള്ളൂ. അല്ലാതെ നടക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. ഞാൻ നടക്കാറില്ല. ചിക്കൻ നടുക്ക പീസ് വച്ചോണ്ടൊരു കറിയാണ് വേണോ? വേറെ പറയാം. സോ ഇപ്പം മണി 12 മണി. എല്ലാവരും സദ്യ തിന്നുന്ന സമയം ഞാൻ ചിക്കൻ്റെ ബർഗർ, ക്രിസ്പി ബർഗറും എൻ്റെ തന്നെ ചിക്കൻ ക്രിസ്പർ പോപ്കോൺ മീൽ, അതാണ് ഞാൻ എൻ്റെ തിരുവോണ മീലായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതാണ്. താങ്ക് യു KFC ഫോർ ഗിവിങ് സച്ച് ടേസ്റ്റി വാല ഫിംഗർ ലിക്കിങ് ബർഗർ. കൊള്ളാം. ഇന്നത്തെ ദിവസം സദ്യ പോലും ഓൺലൈനില്ല ഡിയേഴ്സ്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഡയറക്റ്റ് വോക്കിൻ ഡൈനിങ് വരുന്നതന്നെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതോടായിരിക്കും അവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശരി, വേണ്ട. ഇന്നലെ നമ്മൾ പോയി സദ്യ കഴിച്ചില്ല. 3 കൂട്ടം പായസവും കഴിച്ചു.
ഇന്ന് ഈ ഫിംഗർ ലിക്കിംഗ് ഗുഡ് മീലാവാം നമ്മൾ തിരുവോണത്തിൻ്റെ. ഈ തിരുവോണം എന്തായാലും മെമ്മറി ആയിരിക്കും. കാരണം ഇന്നേ വരെ ഞാൻ നോൺ വെജ് തിരുവോണത്തിൽ കഴിച്ചിട്ടില്ല. പക്ഷേ കണ്ണൂർ സൈഡൊക്കെ പോകുമ്പോൾ നോൺ വെജ് ഉണ്ട് സദ്യക്കകത്ത്. സോ ഞാനിത് വെറൈറ്റി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ സാഹചര്യം, കാലിൻ്റെ ചെറിയൊരു പ്രശ്നം, ഈ ക്യൂവിൽ തള്ളിക്കയറാൻ എനിക്ക് സമയമില്ല. ഇനി അടുത്തടുത്ത് ഗെയിംസ് പോയി ട്രൈ ചെയ്തിട്ട് അവിടെയും ഗെയിം ഇല്ലാതെ ഉടായ്പ വരുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഇന്നലത്തെ എൻ്റെ പേര്. സോ ആ ഒരു ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. വീട്ടിലിരുന്ന് മനസ്സമാനമായിട്ട് ഓണം ആഘോഷിക്കാൻ ഞാൻ എൻജോയ് ചെയ്തു. ഒരു ചിക്കൻ അടിപൊളി ബർഗറും പോപ്കോണും വെച്ച് തന്നെ ഞാൻ അടിപൊളി ചെയ്തിട്ടുണ്ട്. സോ വെറൈറ്റിയിലാവട്ടെ ഇത്തവണത്തെ നമ്മുടെ ഓണം സെലിബ്രേഷൻ. ഇതുപോലും കഴിക്കാൻ കിട്ടാത്ത എത്ര പാവങ്ങൾ കാണും ഈ ലോകത്തല്ലേ. ഹാപ്പി തിരുവോണം, അത് പറയാൻ പറ്റുമോ. വിഷിങ് യു ഓൾ my lovely subscribers happy Tiruvonam. This Tiruvonam I went for chicken crisper popcorn meal from KFC. Like I wish to celebrate it in a unique way. But yesterday I had a traditional sadhya. Hope you watched that vlog. If you didn't, please go check out that vlog. It's uploaded just before this. Let me finish this. So കാലിയാക്കി ഞാൻ കൈ ടിഷ്യൂ പേപ്പറിൽ തുടയ്ക്കാം. വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യണം. സോ ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഇനി കവറിനകത്താക്കി. നമ്മൾ തിന്നുന്നത് തന്നെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് വേസ്റ്റ് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ കൈയൊക്കെ കഴുകിയിട്ട് വരാം. സോ അത്രയേ ഉള്ളൂ. ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. ബൈ.